കേരളക്കരയെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെ തിരുവനന്തപുരം വെമ്പായത്ത് നിന്നും പുറത്തുവന്നത്. വെമ്പായം സ്വദേശികളായ ബിജു പ്രിയ ദമ്പതികളുടെ ഇരട്ടമക്കളിൽ ഒരാളായ കാവ്യാഞ്ജലി എന്ന +2 വിദ്യാർത്ഥിനിയുടെ മരണം ആ നാടിനെയും സഹപാഠികളെയും അധ്യാപകരെയും ഒക്കെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. കന്യാകുളങ്ങര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർക്കും സഹപാഠികൾക്കും കാവ്യാഞ്ജലി വെറുമൊരു വിദ്യാർത്ഥിനിയായിരുന്നില്ല. അവൾ അവരുടെ അഭിമാനമായിരുന്നു. 10ാം ക്ലാസ്സിൽ എല്ലാ വിഷയങ്ങൾക്കും A+ വാങ്ങി തിളക്കമാർന്ന വിജയം കൈവരിച്ച ഒരു പെൺകുട്ടി. ശാസ്ത്രവിഷയങ്ങളോട് പ്രത്യേക താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്ന ആളുകൂടിയായിരുന്നു കാവ്യാഞ്ജലി. കഴിഞ്ഞ ദിവസം കാവ്യാഞ്ജലിക്ക് ഫിസിക്സ് പരീക്ഷയായിരുന്നു. അതിനുള്ള തയ്യാറെടുപ്പിനായി പുലർച്ചെ 5 മണിക്ക് തന്നെ കാവ്യാഞ്ജലിയും സഹോദരിയായ കല്ലോലിനിയും എഴുന്നേൽക്കുകയും ചെയ്തിരുന്നു. വീടിന്റെ താഴത്തെ നിലയിൽ കല്ലോലിനിയും മുകളിലത്തെ നിലയിൽ കാവ്യാഞ്ജലിയും പഠിക്കാനായി ഇരിക്കുകയും ചെയ്തു. പഠനത്തിനിടെ പിതാവിന്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഫിസിക്സ് നോട്ട് കുട്ടി പരിശോധിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഏകദേശം 5:50 മുകളിലേക്കെത്തിയ സഹോദരി കാണുന്നത് ജനാലയിൽ തൂങ്ങി നിൽക്കുന്ന കാവ്യാഞ്ജലിയാണ്. കല്ലോലിനിയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ വീട്ടുകാർ ഉടൻ തന്നെ പെൺകുട്ടിയെ കന്യാകുളങ്ങര ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ നഷ്ടമായിരുന്നു. എന്തായിരുന്നു ആ +2 വിദ്യാർത്ഥിനിയെ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് നയിച്ചത്? ഒരു കുറവും കൂടാതെ മാതാപിതാക്കൾ വളർത്തിയ പഠനത്തിൽ മിടുക്കിയായ ആ പെൺകുട്ടി എന്തിനാണ് സ്വയം മരണം തിരഞ്ഞെടുത്തത്? വട്ടപ്പാറ പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലും ബന്ധുക്കൾ നൽകിയ മൊഴിയിലും തെളിയുന്നത് ഒരു ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ്. പരീക്ഷാ പേടി. അതെ, മികച്ച വിജയം നേടിയ ആ കുട്ടി പരീക്ഷയെ നേരിടാൻ കഴിയാത്ത വിധം മാനസികമായി തളർന്നുപോയിരുന്നു. പഠനത്തിൽ ഏറെ മിടുക്കിയായിരുന്നിട്ടും പരീക്ഷയെക്കുറിച്ചുള്ള അമിതമായ ആശങ്കകളാണ് കുട്ടിയെ ഈ കടുങ്കയിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം. പ്രിയപ്പെട്ട മാതാപിതാക്കളോടും വിദ്യാർത്ഥികളോടുമാണ്. കാവ്യാഞ്ജലിയുടെ മരണം നമുക്ക് നൽകുന്നത് വലിയൊരു പാഠമാണ്. A+കൾക്കും ഉയർന്ന മാർക്കുകൾക്കും വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ നമ്മുടെ മക്കളുടെ മനസ്സ് തളരുന്നത് ഒരിക്കലും നാം കാണാതെ പോകരുത്. 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയ കുട്ടിക്ക് +2വിനും അത് കിട്ടിയില്ലെങ്കിൽ ലോകം അവസാനിക്കുമെന്ന തോന്നലൊക്കെ വെറുതെയാണ്. മികച്ച വിജയം നേടുന്നത് നല്ലതാണ്, എന്നാൽ അതിന് ജീവനേക്കാൾ വിലയില്ല എന്നോർക്കണം. കുട്ടികൾ പഠനത്തിനിടയിൽ അമിതമായി നിശബ്ദരാകുകയോ ആഹാരം കുറയ്ക്കുകയോ എപ്പോഴും ഉത്കണ്ഠ പ്രകടിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് തുറന്ന് സംസാരിക്കാൻ തയ്യാറാവുക. ആ സമയത്ത് അവർക്ക് വേണ്ടത് ഉപദേശങ്ങളല്ല, കേട്ടിരിക്കാൻ ഒരാളെയാണ്. തോറ്റുപോയാലും തങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന ഉറപ്പാണ് മാതാപിതാക്കൾ നൽകേണ്ടത്. പരീക്ഷകൾ മാത്രമല്ല ജീവിതമെന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. കാവ്യാഞ്ജലിക്ക് ഇനി മടങ്ങി വരാനാകില്ല. പക്ഷേ ഇനിയൊരു കാവ്യാഞ്ജലി നമ്മുടെ ഇടയിൽ ഉണ്ടാകരുത്. നന്ദി.